ഡിഫറെന്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഞാൻ ജിബിൻ ഷഫി, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിയാലോ. ഹാൻഡ് വർക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആദ്യം വരുന്നത് കേട്ടോ. പേൾ ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. അതിൽ പേൾ ക്രീമിൽ ഒരു സിമ്പിൾ 01 ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. നല്ല പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. സാരിയിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട്സും ആ ഒരു ഷുഗർ ബീഡ്സും വെച്ചിട്ടായിരിക്കും ഒരു ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വർക്കിന്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരിക. ഈ ഒരു പാറ്റേണിൽ നല്ലൊരു ഡിസൈനിലാണ് ആ ഒരു ഫ്രഞ്ച് നോട്ട്സും ഷുഗർ ബീഡ്സ്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഫ്രഞ്ച് നോട്ട്സിലായിരിക്കും. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. കംപ്ലീറ്റ് ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെയായിട്ട് വരുന്നത്. പല്ലു വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിലായ സ്വീക്വൻസ് വർക്ക് ആൻഡ് ഫ്രഞ്ച് നോട്ട്സിലായിരിക്കും മുന്താണിയും ഫിനിഷ് ചെയ്യുന്നത്. ചെസ്റ്റ് പോർഷനും ഇതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ. ചെസ്റ്റ് പോർഷനിലും അതേ വർക്ക് വരുന്നുണ്ട്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ലോവർ ഏരിയ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും. നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിലും താഴെ ഭാഗത്തും ഫുൾ ആ ഒരു വർക്ക് തന്നെയായിരിക്കും സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഇത് നല്ലൊരു ബ്ലൗസാണ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസൈനും പേൾ ക്രീം തന്നെ കേട്ടോ സാരിയുടെ ബേസ് വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. വളരെ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ ഓരോ ഡിസൈൻസും തമ്മിൽ കേട്ടോ. ഇത് സെക്കൻഡ് ഡിസൈനാണ് വരുന്നത്. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെയാണ് ആ ഒരു ഫ്രഞ്ച് നോട്ട്സിലും ബുള്ളി നോട്ട്സിലും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഷുഗർ ബീഡ്സ് ആയിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ മിഡിലിൽ വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ നല്ല നല്ല ഡിസൈനിലാണ് ഓരോ പാറ്റേണും വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴും കണ്ടോ ഈ ഒരു സ്റ്റൈലായിരിക്കും ചെസ്റ്റ് പോർഷൻ വരുന്നത്. ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സാരിയിൽ. പല്ലു ഈ ഒരു സ്റ്റൈലാണ്. മുന്താണിയിൽ വർക്ക് വരുന്നത്. ഇതിൻ്റെയും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ഫസ്റ്റ് സാരിക്ക് ഫ്ലോറൽ ഡിസൈൻസ് ആയിരുന്നു ബ്ലൗസ് വന്നത്. സെക്കൻഡ് സാരിക്ക് വരുമ്പം സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. അത് നല്ല സഫീഷ്യൻ്റ് ആയിട്ട് 1 മീറ്റർ ലെങ്ത്തിലായിരിക്കും ആ ഒരു ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വീണ്ടും പേൾ ക്രീം തന്നെ. ഫ്ലോറൽ ഡിസൈനിൽ വളരെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോഴും ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഓരോ സാരിയും തമ്മിലുള്ള ആ ഒരു ഡിസൈൻസിലുള്ള ഡിഫറൻസ് മനസ്സിലാവുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് തേർഡ് ഡിസൈൻ. ഫ്രഞ്ച് നോട്ട്സും ആ ഒരു ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത്. നല്ല കളർ പാറ്റേണിലാണ്. സോഫ്റ്റ് കളേഴ്സിലായിരിക്കും സാരിയിലെ ആ ഒരു ഡിസൈൻസ് വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ആ ഒരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിൽ ആ ഒരു സ്വീക്വൻസ് വർക്കിലായിരിക്കും പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുമ്പം സിക്സാഗിലാണ്. സിക്സാഗ് ഒരു ഡിസ്ചാർജ് പ്രിന്റിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വീണ്ടും പേൾ ക്രീം തന്നെ കേട്ടോ സാരി വരുന്നത്. എല്ലാ സാരീസും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും ആ ഒരു ഷുഗർ ബീഡ്സും വെച്ചിട്ടായിരിക്കും എല്ലാ സാരീസും ഹൈലൈറ്റ് ചെയ്യുന്നത്. ലോവർ ഏരിയയും ഫുൾ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട് കേട്ടോ. എല്ലാ സാരിക്കും ലോവർ ഏരിയ കംപ്ലീറ്റ് വന്നിട്ട് പല്ലു വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും സാരിയുടെ മുന്താണിയിലെ ആ ഒരു വർക്ക് വരിക. കണ്ടോ ഈ ഒരു പാറ്റേണിലായിരിക്കും. ഫ്ലോറൽ ഡിസൈൻസും അതിലെ ആ ഒരു സ്റ്റെമ്മിലും എല്ലാം ആ സ്വീക്വൻസ് വർക്കും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ സാരിയുടെ മുന്താണിയും ആ ഒരു ചെസ്റ്റ് പോർഷനും വരുന്നുണ്ട് അതേ വർക്കിൽ തന്നെ. പല്ലു, ബ്ലൗസ് ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും പ്രിന്റഡ് ബ്ലൗസ്. വീണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ നെക്സ്റ്റ് സാരി വരുന്നത്. ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് ബഗൽപൂരി ലിനൻ ആണ്. ബഗൽപൂരി ലിനനിൽ നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഫംഗ്ഷൻ എല്ലാം ട്രേപ്പ് ചെയ്യാം. അങ്ങോട്ട് വളരെ സോഫ്റ്റ് ആൻഡ് സട്ടിലായിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനും അതേ കളർ പാലറ്റിൽ തന്നെ ആയിരിക്കും സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഫുൾ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ബോഡി കംപ്ലീറ്റ് വരിക. സോഫ്റ്റ് ബഗൽപൂരി ലിനൻ ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഞാൻ മൺലെയറിൽ കാണിക്കാം സാരി കണ്ടോ. ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. അതിലൊരു വുവൺ പാറ്റേൺസും വരുന്നുണ്ട്. ഒരു ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് ഒരു വുവൺ ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരിക. നല്ല പാറ്റേണിലാണ് സാരിയുടെ ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡറിന്റെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് ആ ഒരു സ്റ്റൈലായിരിക്കും. ഈ ഒരു സ്റ്റൈലായിരിക്കും വർക്ക്. ഇതേ വർക്ക് തന്നെ കേട്ടോ സാരിയുടെ മുന്താണിയിലും വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ അപ്പുറം ലോവറും വരുന്നത് ഒരേ വർക്ക് വന്നിട്ട് ഫ്ലോറൽ മോട്ടീവ്സ്. പല്ലു, റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്. സെക്കൻഡ് ഡിസൈനാണ് വരുന്നത്. ഫാബ്രിക് വൈസ് ആണെങ്കിലും സെയിം തന്നെയാണ്. ബഗൽപൂരി ലിനൻ തന്നെ. കളറും അതേ പാറ്റേൺ തന്നെ വരുന്നത്. ഇതിൽ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിലും ആ ഒരു ബോർഡറിന്റെ ഡീറ്റെയിലിങ്ങിലും വളരെ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും കുറച്ചുകൂടി ഒരു വലിയ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇതിന്റെ ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും.
നല്ലൊരു മൾട്ടി കളറിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും അതേ പേൾ ക്രീമിൽ തന്നെയായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത് സാരിക്ക്. സ്കാലപ്പിൽ തന്നെയായിരിക്കും കേട്ടോ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. രണ്ട് സാരിയുടെ ഡിസൈൻസ് നല്ലൊരു എലഗൻ, നമുക്കൊരു ഫംഗ്ഷനും ഡ്രേപ്പ് ചെയ്യാം. ഇതാണ് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സും നല്ല പാറ്റേണിലുള്ള ബോർഡറും വരുന്നുണ്ട്. സിമ്പിൾ ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക് എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല പാറ്റേണിൽ ഫോയിൽ പ്രിന്റിലാട്ടോ സാരി വരുന്നത്. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ആ ഒരു ഡിസൈൻസിന് ഔട്ട്ലൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോയിൽ പ്രിന്റ് വെച്ചിട്ടായിരിക്കും. നല്ല കളർ പാലറ്റിലോട്ടോ വരുന്നത്. സോഫ്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഒരു കോമ്പിനേഷൻ വരുന്നത്. അതിൽ കണ്ടോ ഫുൾ ഒരു ചെക്ക് പാറ്റേൺസ് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ്. ആ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോയിൽ പ്രിന്റ് വെച്ചിട്ടായിരിക്കും. ഇതായിരിക്കും ക്ലോസ് ഷോട്ട് കേട്ടോ സാരിയുടെ. ഇത് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ടൊക്കെ ഡ്രേപ്പ് ചെയ്യാം. ഒരു സെമി പാർട്ടി വെയർ ആണ്. നല്ല പാറ്റേണിലാണ് ബോർഡറും വരുന്നത്. ഒരു മെറ്റാലിക് ഗ്രീനിലായിരിക്കും, ഒരു ലൈൻസിലാണ് ഗോൾഡൻ സെറി ലൈൻ പാറ്റേണിലുള്ള ബോർഡർ. ഷോർട്ട് പല്ലു ആണ്. ബോഡി കംപ്ലീറ്റ് അതേ ആ ഒരു ഫോയിൽ പ്രിന്റിലായിരിക്കും വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഫുൾ ഒരു ചെക്ക് പാറ്റേൺസ് വന്നിട്ട് അതിലൊരു ഡിസ്ചാർജ് പ്രിന്റ് ഉണ്ട് കേട്ടോ ബോഡി കംപ്ലീറ്റ്. അതിലാണ് ഈ ഒരു ഫ്ലോറൽ ഒരു ഡിജിറ്റൽ പ്രിന്റും ഫോയിൽ പ്രിന്റും വരുന്നുണ്ട്. മുന്താണി, ഷോർട്ട് പല്ലു സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും. നല്ലൊരു സഫിഷ്യൻ്റ് ആയിട്ട് 1 മീറ്റർ ലെങ്ത്തിൽ സഫിഷ്യൻറ്റ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും ഒരു ഐവറി ക്രീമാണ്. സാരിയുടെ ബേസ് വരുന്ന ഐവറി ക്രീമാണ്. അതും ആ സ്മോൾ ചെക്ക് പാറ്റേൺസ് തന്നെ കേട്ടോ. ചെക്ക് ഡിസൈൻസ് വന്നിട്ട് ലോവർ ഏരിയ കംപ്ലീറ്റ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസും അതേ ഫോയിൽ പ്രിന്റും തന്നെയായിരിക്കും വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ക്ലോസ് ഷോട്ട് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് വരിക. ചെക്ക് പാറ്റേൺസും ആ ഒരു ഫോയിൽ പ്രിന്റിലായിരിക്കും ഓരോ ഡിസൈൻസും വരുന്നത്. ഫ്ലോറൽ പാറ്റേൺസ് ഒരു ആന്റി ഗോൾഡൻ സെറിയിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. മുന്താണി ഫുൾ ആ ഒരു ഫോയിൽ പ്രിന്റിൽ തന്നെ വന്നിട്ട് ഷോർട്ട് പല്ലു ഗ്രേയിലായിരിക്കും വരുന്നത്. ഗ്രേയിൽ തന്നെ ഫ്ലോറൽ ഡിസ്ചാർജ് പ്രിന്റിലാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ടീൽ ഗ്രീൻ ആണ്. ഒരു അക്വാ ഗ്രീൻ ടീൽ ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആട്ടോ സാരിയുടെ ഒരു ബേസ് വരുന്നത്. നല്ലൊരു ഗ്രീൻ ആണ്. അതിൽ പേർപ്പിൾ ആണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസിനെല്ലാം നല്ല മാച്ചിങ് ആയിരിക്കും ഈ സാരി. ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഈ ഒരു പേർപ്പിൾ ബ്ലൗസ് എല്ലാം ഇതിന്റെ കൂടെ ആപ്റ്റ് ആയിരിക്കും. നല്ല ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്. ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ആ ഫോയിൽ പ്രിന്റ് ആയിരിക്കും കേട്ടോ ഓരോ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. കൂടാതെ ബേസ് എല്ലാ സാരീസും ചെക്ക് പാറ്റേണിലാണ്. ചെക്ക് ഡിസൈൻസ് വന്നിട്ടായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സെയിം സ്റ്റൈൽ ബോർഡർ, പല്ലു സെയിം പാറ്റേൺ തന്നെയായിരിക്കും. പ്രിന്റഡ് ബ്ലൗസ്. വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന നല്ലൊരു സ്റ്റൈലിഷ് സാരീസ് ആട്ടോ ഇനി വരുന്നത്. കാന്താ വർക്കിലാണ് സാരി വരുന്നത്. കാന്താ വർക്കിൽ ഒരു ഡയഗണൽ പാറ്റേണിലായിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ ഒരു സെമി ചന്തീരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ തിൻ ഫാബ്രിക് ആണ് സാരി. കണ്ടോ, വളരെ ഫെദർ ലൈറ്റ് എന്ന് പറയാം. വളരെ സോഫ്റ്റ് മെറ്റീരിയലിൽ ആ ഒരു കാന്താ വർക്കിലായിരിക്കും വരുന്നത്. സ്വീക്കൻസ് വർക്ക് ആൻഡ് കാന്താ വർക്കിലായിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. അതിലും ഒരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ഇതായിരിക്കും ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരിയുടെ. ഫ്ലോറൽ ഡിസൈൻസിൽ ഒരു കാന്താ വർക്ക് വരും. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഡയഗണൽ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്. സെയിം ആ ഒരു വർക്ക് വരുന്നുണ്ട്. വീണ്ടും ഫ്ലോറൽ ഡിസൈൻസ്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും കേട്ടോ. ഗ്രീൻ ആയിരിക്കും ബോർഡർ വരുന്നത്. ബോർഡറിലും അതേ ആ ഒരു വർക്ക് വരുന്നുണ്ട്. കാന്താ വർക്ക് തന്നെ വരുന്നത്. മുന്താനിയുടെ എൻഡിൽ വരുമ്പോഴും ആ ഒരു കാന്താ സ്റ്റിച്ചിന്റെ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും. ഷോർട്ട് പല്ലു വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം അതേ ആ ഒരു കാന്താ വർക്ക് ആൻഡ് സ്വീക്കൻസ് വർക്ക് തന്നെ വരുന്നത്. ഡിസൈനും പാറ്റേണും എല്ലാം സെയിം തന്നെ കേട്ടോ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. പേർപ്പിൾ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. പേർപ്പിളിലും സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും വരിക. മുന്താണി, ബ്ലൗസ് സെയിം അതേ സ്റ്റൈൽ തന്നെ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. പ്രോമിനൻസി കൂടുതൽ ഒലിവ് ഗ്രീൻ ആയിരിക്കും. സെയിം സ്റ്റൈലിൽ ഡയഗണൽ പാറ്റേണിൽ തന്നെയാണ്. ഫ്ലോറൽ പാറ്റേൺ ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് കാന്താ വർക്ക് ആൻഡ് സ്വീക്കൻസ് വർക്ക്. മുന്താണി, ബ്ലൗസ് ബോട്ടിൽ ഗ്രീൻ ആണ് പ്രോമിനൻസി കൂടുതൽ. മൾട്ടി കളറിലായിരിക്കും കേട്ടോ എല്ലാ സാരിയിലും ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഞാൻ കൂടുതൽ പ്രോമിനൻസി ഉള്ള കളറാണ് പറയുന്നത്. ആ ഒരു കളറിൽ തന്നെ ആയിരിക്കും ബോർഡറും വരുന്നത് സാരിക്ക്. ഫുൾ സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും സാരി വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാറ്റേൺ മാറിയിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ ആണ് സാരിയുടെ ആ ഒരു ബേസ് വരുന്നത്. അതിലൊരു മൾട്ടി കളർ പാലറ്റിലെ ഫ്ലോറൽ ഡിസൈൻസും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതും കാന്താ വർക്ക് തന്നെ കേട്ടോ. കാന്താ സ്റ്റിച്ചിലായിരിക്കും വരുന്നത്. നല്ലൊരു പാറ്റേൺ. സിമ്പിൾ ബോർഡർ. ബോർഡറിലും അതേ ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ആ ഒരു സ്വീക്കൻസും വർക്കും വരുന്നുണ്ട്. പല്ലു ഫുൾ വർക്കിൽ തന്നെ സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും. സ്ട്രൈപ്പ് ഡിസൈൻസും അതിൽ ആ ഒരു വർക്കും വരുന്നുണ്ട്. ഇതായിരിക്കും പാറ്റേൺ വരിക. ബ്ലൗസ് വരുന്നത് സ്ട്രൈപ്പ് ഡിസൈൻസിൽ വന്നിട്ട് ആ ഒരു സ്റ്റിച്ച് കാന്താ സ്റ്റിച്ച് ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു 60-65 ഒക്കെ കാണുള്ളൂ കേട്ടോ ബ്ലൗസ്.
ഇന്ന് വന്ന ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത് കേട്ടോ. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇത് വരുന്ന ഒരു സീ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സീ ബ്ലൂയിലും ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. കന്ത സ്റ്റിച്ച് വരുന്നത് ഡിഫറെൻറ്റ് പാറ്റേണിലായിരിക്കും. ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ലോവർ ഏരിയയിൽ വരുമ്പോൾ ഒരു പേസ്റ്റൽ യെല്ലോ വെച്ചിട്ടായിരിക്കും, ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു കാന്ത വർക്ക് വന്നിട്ട് അതിലൊരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലാണ് ബോർഡർ വരുന്നത് സാരിക്ക്. സോഫ്റ്റ് സെമി ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. മുന്താണി ഫുൾ അതേ ആ ഒരു കാന്ത വർക്കിൽ തന്നെയായിരിക്കും വരിക. ബ്ലൗസ് വരുന്നത് ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിൽ സ്ലീവിൽ വരുമ്പം സെയിം ഈ ഒരു വർക്ക് വരും.